ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നതെന്ന് നോക്കാം. എന്തെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ട്, എന്തെല്ലാം ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും നല്ലൊരു ദിവസം തന്നതിന് യൂണിവേഴ്സിന് നന്ദി പറയാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് ഒരുപാട് പേരുണ്ട്. 56% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തവരും 46% സബ്സ്ക്രൈബ് ചെയ്തവരും അതിൽ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണ്. അതുകൊണ്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ടൈം ലൈനിൽ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം കാത്തു വെച്ചിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഒരു മണി ലോസ് ആണ്. അത് നമുക്കൊരിക്കലും ഇതൊരു നഷ്ടബോധത്തിലിരിക്കുക, അല്ലെങ്കിൽ നഷ്ടമായി പോയി എന്ന വിചാരത്തിലേക്ക് ഇരിക്കുന്ന ഒരു എനർജിയാണ്. ഒരുതരം ചിലപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഓർത്തോർത്ത് വേദനിക്കുക എന്ന് പറയത്തില്ലേ. ചിലപ്പോൾ ഇന്നലെ നടന്ന ചില കാര്യങ്ങളെ ചിലപ്പോൾ വീട്ടിലൊരു വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു പോയ ചില കാര്യങ്ങൾ അതൊക്കെ ഓർത്തിട്ട് നമ്മൾ വിഷമിച്ചിരിക്കും. അങ്ങനെ പറയണ്ടായിരുന്നു, അത് കഷ്ടമായിപ്പോയി, അങ്ങനെ പറയരുതായിരുന്നു, അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കത്തില്ലേ. അതാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. മാനസികമായിട്ടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുക, അതുപോലെ ശാരീരികമായിട്ടും നമുക്ക് അത്ര സുഖമൊന്നും ഉണ്ടാവുക, അങ്ങനെ ഒരു തോന്നൽ വരുന്നതാണ് 5 ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ പണം നഷ്ടപ്പെട്ടു പോയി എന്നൊരു തോന്നൽ, നമുക്ക് പണം നഷ്ടം വന്നു, അല്ലെങ്കിൽ പണം നഷ്ടമായിപ്പോയി, ഇത് വേണ്ടായിരുന്നു, ആ എടുത്ത തീരുമാനം ശരിയായില്ല എന്നൊക്കെ തോന്നുന്ന ഒരു എനർജിയാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ സന്തോഷം നമ്മുടെ തന്നെ കയ്യിലാണ്. ആ സന്തോഷത്തിൻ്റെ താക്കോലും നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ഇതിന് വിപരീതമായിട്ട് എന്ത് സംഭവിച്ചാലും നമ്മൾ അതിന് പുറത്ത് നിന്നിട്ട് അതിനെ നോക്കിയിരുന്നാൽ മതി. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴാണ് സൊല്യൂഷൻ ഇല്ലാത്തത്. എന്ത് പ്രശ്നമാണെങ്കിലും അതിന് പുറത്തിറങ്ങി നിന്ന് നോക്കിയാൽ നമുക്കതിന് കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഔട്ട്സൈഡറായിട്ട് നിന്നിട്ട് നമ്മൾ കാര്യങ്ങളെ നോക്കി കാണാനാണ് പറയുന്നത്. ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും ഒക്കെ തോന്നുന്ന കാര്യങ്ങൾ മാറി നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല. അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും സംഭവിക്കുന്നത്. ചില പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഓർക്കും, നമ്മളിത് എങ്ങനെ ഓവർകം ചെയ്യും, എനിക്കിത് കടന്നപ്പുറത്ത് പോകാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത്രയും നിസ്സാര പ്രശ്നം ഓർത്തിട്ടാണോ ഞാൻ അന്ന് അത്രയും ടെൻഷൻ അടിച്ചതെന്ന് പിന്നെ നമ്മൾ ഓർക്കും. നമ്മൾ ആ കാര്യമൊക്കെ പറഞ്ഞ് ചിരിക്കും. പക്ഷെ അന്ന് ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച ടെൻഷൻ, ട്രോമ ഒക്കെ വളരെ വലുതായിരിക്കും. അപ്പം നമ്മളോട് ഇന്ന് യൂണിവേഴ്സ് പറയാണ്, പ്രശ്നങ്ങൾ വരും പോകും, നിങ്ങൾ അതിനെ ഒരു മാറി നിന്ന് പുറത്ത് നിന്ന് ഒരു ഔട്ട്സൈഡറായിട്ട് വേണം നിരീക്ഷിക്കാൻ. നിങ്ങൾ അതിനുള്ളിൽ കയറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താനോ അതിൽ നിന്ന് പുറത്ത് കിടക്കാനോ സാധിക്കില്ല എന്ന് തോന്നും. അപ്പോൾ നിങ്ങൾ മാറി നിന്ന് ചിന്തിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇന്നെന്ത് തന്നെ നിങ്ങൾക്കൊരു നഷ്ടബോധം തോന്നിയാൽ അതിനുള്ളിൽ നിന്ന് നോക്കുന്നത് കൊണ്ടാണ് തോന്നുന്നത്. പുറത്ത് മാറി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുണ്ട്, പക്ഷെ ആ പണം കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം പ്രതീക്ഷയോടുകൂടി ഇരുന്നു, അത് കിട്ടിയില്ല, അങ്ങനെ ഒരു നഷ്ടബോധത്തിലിരിക്കുന്ന ഒരു എനർജിയാണിത്. അതുപോലെ നിങ്ങൾ പ്രതീക്ഷ വെച്ച കാര്യം നടന്നില്ല, അതൊക്കെയാണ് 5 ഓഫ് പെൻറ്റക്കിൾസ്. ഒരു നഷ്ടബോധം പോലെ തോന്നുന്നതാണ്. കുഴപ്പമില്ല, ഇതിന് മാറുമെന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ സൊല്യൂഷൻ കിട്ടിയില്ല, മാറുമെന്ന് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ. ദെൻ 3 ഓഫ് വാൺസ് ആണ്. യാത്ര പോകുന്ന കാർഡാണ്. യാത്ര പോവുകയാണ്. അപ്പോൾ യാത്രയ്ക്കുള്ള പ്ലാനിങ്സ് ആൻഡ് പ്രിപ്പറേഷൻസ് നടക്കുവാണ്. അത് നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലേക്ക് നോക്കുന്നു. അവിടുത്തെ അവിടെ പോയാൽ അങ്ങനെ ആയിരിക്കും, ഇവിടെ പോയാൽ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പ്ലാനിങ്സും പ്രിപ്പറേഷൻസും നടത്തുന്നു. ആ യാത്ര പോകുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഒരു യാത്ര എന്ന് പറയുമ്പോൾ വിദേശത്തേക്ക് കടൽ കടന്നു പോകുന്നതാവാം, കടൽ കാണാൻ പോകുന്നതാവാം, വിദേശത്തേക്കുള്ള ജോലിയിലേക്ക് നോക്കി നിൽക്കുന്നതാകാം, വിദേശത്തേക്ക് പഠനത്തിന് വേണ്ടി നോക്കി നിൽക്കുന്നതാവാം. ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു വെയർബോർഡ്സിന് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഇപ്പം മെഡിക്കൽ ആണെങ്കിൽ മെഡിക്കൽ, വിസ പ്രോസസ്സിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ആകാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ പറഞ്ഞ 3 ഓഫ് വാൺസ്. അതായത് നിങ്ങൾ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു, അതിൻ്റെ പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണിത്. ഓക്കെ, അപ്പം ഇന്ന് എനിക്കൊരു യാത്രയുണ്ട്. അപ്പോൾ ഞാനും കടൽ കാണാനാണ് പോകുന്നത്. പോയിട്ട് വന്നിട്ട് വിശേഷമൊക്കെ പറയാം. അപ്പോൾ ഇതാണ് 3 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. യാത്രയുടെ മുന്നൊരുക്കമാണ് കേട്ടോ. യാത്രയുടെ മുന്നൊരുക്കം, അതുപോലെ യാത്രയുടെ പ്രിപ്പറേഷൻ ആൻഡ് പ്ലാനിങ്, യാത്ര പോകുന്നു എന്നുള്ള എനർജിയാണ് കേട്ടോ. കടലിൽ കടന്നു പോകുന്ന യാത്രയാണ്. കടലിലേക്ക് നോക്കി ഒരു
രാജാവ് ട്രഷർ ഹണ്ടിന് പോകുന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദേശത്താണ് നമ്മളൊക്കെ ട്രഷർ ഹണ്ടിന് പോകുന്നതെന്ന് വിചാരിക്കുന്നത്. അതായത് കടൽ കടന്നു പോയി കൈ നിറയെ പണം കൊണ്ട് വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കല്പം. അതുകൊണ്ട് വിദേശത്തേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആരൊക്കെയോ ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നടപടികൾ ഇന്ന് ചെയ്യുന്നുണ്ടായിരിക്കാം കേട്ടോ. അതാണ് 3 of Wands. നെക്സ്റ്റ് ഡെവിൾ കാർഡ് ഉണ്ട്. ഇവിടെ ഡെവിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു അഭിനിവേശം പുറത്ത് വരുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് ഒബ്സഷൻ തോന്നുക, വല്ലാത്ത അഭിനിവേശം തോന്നുക, അതില്ലാതെ പറ്റൂല എന്ന് തോന്നുക, അതിനോട് അഡിക്ഷൻ തോന്നുക, അതൊക്കെയാണ് ഈ ഡെവിൾ എന്ന് പറഞ്ഞ കാർഡ് പറയുന്നത്. ഈ ഡെവിൾ കാർഡിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യമേ നെഗറ്റിവിറ്റീസ് ആയിരിക്കും വരുന്നത്. ആദ്യം നമ്മുടെ വിചാരത്തിൽ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും ആദ്യമേ വരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ ഡെവിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്ന ഒന്ന്, പ്രവർത്തിക്കുന്ന വേറൊന്ന്, പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്ന വേറൊന്ന്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഡെവിൾ കാർഡ് വരാറുള്ളത്. അതുപോലെ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഫീലിങ്ങും നിങ്ങൾക്ക് ഇന്ന ദിവസം തോന്നുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഡെവിൾ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഇതൊരു ഒബ്സഷൻ്റെയും അഡിക്ഷൻ്റെയും ചിലതിനോട് വല്ലാത്ത അഭിനിവേശം തോന്നുന്നതിൻ്റെയൊക്കെ ഒരു കാർഡാണ് ഡെവിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻ ഉള്ള ആളുകൾ പ്രത്യേകം ഒന്ന് അതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കേണ്ടതാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ എംപററാണ്. അപ്പോൾ നിയമപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട്. യൂണിഫോം ജോബ്സ് ഇട്ട ആളുകളുമായിട്ടൊക്കെ ഒരു എൻകൗണ്ടർ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ മേലധികാരികളുമായിട്ട് ചിലപ്പോൾ അവരുടെ ഈഗോ, അവരുടെ പവറൊക്കെ കാണിക്കാനും നിങ്ങളുടെ ഈഗോയും പവറും കാണിക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ എംപറർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ദിവസം പോലുണ്ട്. അതുപോലെ നിങ്ങൾ കുറച്ച് സ്ട്രക്ചേർഡ് ആകേണ്ടതിൻ്റെ ആവശ്യകത, നിങ്ങൾ ഇന്ന് സ്ട്രക്ചറിനെ വ്യക്തത മനസ്സിലാവും. കാര്യം നിങ്ങൾ ശ്രമിക്കും തോറും നിങ്ങൾക്ക് ബെറ്റർ ആകാൻ പറ്റും. നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുപോലെ നിങ്ങളിലേക്ക് കൂടുതൽ ഒരു അടുക്കും ചുറ്റും വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ജോലിയിൽ പ്രൊമോഷൻ വേണ്ടുന്ന ആളുകൾ, ജോലിയിൽ പ്രൊമോഷനൊക്കെ സീക്ക് ചെയ്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഒന്നൊരു പ്രൊമോഷനോ സാലറി ഹൈക്കോ അങ്ങനെയുള്ളൊരു ഓർഡറൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ വളരെയധികം പ്രൊട്ടക്ഷനിലാണ് ഉള്ളത്. പ്രപഞ്ചം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിലാണ്, നിങ്ങൾ മറ്റുള്ള ആളുകളെ പോലല്ല വളരെ വലിയ ഓറയുള്ള ആളാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന, നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റീവ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഈഗോയും കുറച്ച് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ ആണെന്നൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതേ തോന്നൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഉണ്ടെങ്കിൽ നമ്മുടെ ഈഗോ ഹേർട്ടാവും. ശരിക്കും നമ്മുടെ ഈഗോ ആണ് ഹേർട്ടാവുന്നത്. വഴക്കുണ്ടാകുമ്പോൾ മോസ്റ്റ്ലി നമ്മുടെ ഈഗോ ഹേർട്ടാകുമ്പോഴാണ് വഴക്കുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ പറയുന്നത് അവർ വലുതാണെന്ന് വിചാരിച്ചിട്ടാണ്. അത് നമ്മളെ പറയുമ്പോൾ നമ്മുടെ ഈഗോ ഹേർട്ടാവും, അപ്പോഴാണ് അവിടെ വഴക്കുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വഴക്കിനൊന്നും പോകേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് എംപറർ എന്ന് പറയുന്നത്. കൂടുതൽ ഇന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, കാര്യങ്ങളെ നിയമപരമായി തന്നെ സമീപിക്കുന്നത് നല്ലതായിരിക്കും. വണ്ടി പാർക്ക് ചെയ്യുമ്പോഴും വണ്ടി ഓടിച്ച് പോകുമ്പോഴൊക്കെ സൂക്ഷിക്കുക. നിങ്ങൾ നിയമപരമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുക. പിന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. പിന്നെ ആരോട് വഴക്കുണ്ടാക്കി അങ്ങനെയുള്ള കേസുകളിൽ പോയി പെടാൻ പാടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. തന്നെ 3 of Swords ആണ്. ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റിലേക്ക് പോകേണ്ട സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ, ഈ 3 of Swords എന്ന് പറയുന്നത് ശരിക്കും നമ്മളായിട്ടുണ്ടാക്കുന്നതാണ്. 3 of Swords നമ്മളായിട്ടുണ്ടാക്കുന്ന വേദനയാണ്. അതേസമയം ടവർ എന്ന് പറയുന്ന കാർഡുണ്ട്. ടവർ എന്ന് പറയുന്നത് നമ്മളല്ല, അത് പ്രപഞ്ചമായിട്ട് തന്നെ കരുതി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗൺഫോൾ ഉണ്ടാവണമെന്ന് പ്രപഞ്ചമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ടവർ വരുമ്പോൾ പറയുന്നത് അത് നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല, പക്ഷേ ഈ 3 of Swords നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു സ്വഭാവത്തിൻ്റെ സവിശേഷത കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരോട് അഡിക്റ്റീവായി നിൽക്കുക, മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുക, മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുക, അങ്ങനെയുള്ള നമ്മുടെ ചില സ്വഭാവ സവിശേഷതകൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വേദനയാണ് ഈ 3 of Swords. അപ്പോൾ അങ്ങനെ നമ്മളായിട്ട് മറ്റുള്ളവരുടെ കക്ഷത്തിൽ നമ്മുടെ തല കൊണ്ടുവച്ച് കൊടുക്കാൻ പാടില്ല. എന്നാലാണ് അവർക്ക് നമ്മളിട്ട് അമ്മാനം ആടാനും നമ്മളിട്ട് വട്ടം കറക്കാനും പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാകുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങളാണ് നിങ്ങളുടെ ആ വേദനയുടെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാരണത്തിന് നിങ്ങളായിട്ട് നിന്ന് കൊടുക്കാൻ പാടില്ല. ഇത് അങ്ങനെയുള്ളൊരു 3 of Swords എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം തകർന്നിരിക്കുക, അങ്ങനെ ഹൃദയവേദന ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ്
ഈ 3 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുന്നത്. ഇത് രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ തന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് കേട്ടോ. പക്ഷേ കാർഡ്സ് വരുന്നത് ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് റീഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. 3 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുന്നത് നമ്മളായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ മാനസിക വിഷമത്തിൽ പെടുന്ന ഒരു കാർഡാണ് 3 ഓഫ് സ്വോർഡ്സ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം നടക്കാതിരിക്കുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവത്തില്ലേ, അതാണ് 3 ഓഫ് സ്വോർഡ്സ്. ദെൻ നെക്സ്റ്റ് കാർഡ് 4 ഓഫ് കപ്സ്. വീണ്ടും നിരാശയിലിരിക്കുന്നു എന്നാണ്. അപ്പോൾ എന്തോ ആർക്കോ ഒരു കടുത്ത നിരാശയിലിരിക്കുന്ന ആരുടെയോ എനർജിയാണിത്. 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യം ചെയ്യാൻ, പക്ഷെ അത് സാധിച്ചില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ആഗ്രഹത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സന്തോഷത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ അതിനെയൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം നിങ്ങൾ ആദ്യത്തെ ആ അനുഭവത്തിൽ തന്നെ മടുത്തിരിക്കുവാണ്. നിങ്ങൾ ആകെ ശരിക്കും മടുത്തെന്ന് പറഞ്ഞാൽ മുൻപുണ്ടായ അനുഭവത്തിൽ മടുത്തിരിക്കുന്നു. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നാലും ഈ പഴയ അനുഭവം കൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് 4 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അതായത് നിരാശയിലിരിക്കുക, മടുത്തു പോവുക, ഡിസപ്പോയിൻറ്റഡ് ആവുക, അതൊക്കെയാണ് കേട്ടോ. അതുപോലെ ഇന്ന് മദ്യപിക്കാൻ ടെൻഡൻസി കുറച്ച് കൂടുതലായിരിക്കും. ഈ 4 ഓഫ് കപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഈ ഒരു തരം ധ്യാനത്തിലിരിക്കുക, അല്ലെങ്കിൽ മന്ദതപ്പെട്ടിരിക്കുക, അങ്ങനെയുള്ളൊരു എനർജിയാണ്. അപ്പം നമ്മളായിട്ട് തന്നെ നമ്മളെ ഒരു മടുപ്പിലേക്ക്, ഒരു നിർജീവാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് ഈ 4 ഓഫ് കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡെത്ത് കാർഡാണ്. വെരി ഗുഡ്. വേറെ നെഗറ്റീവ് കാർഡൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഉള്ള നെഗറ്റീവ് കാർഡെല്ലാം ഇവിടെ നിരന്നിട്ടുണ്ട്. ദെൻ ഡെത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻഡ് ഓഫ് എ സൈക്കിളാണ്. പിന്നെ ഡെത്ത് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷനാണ്, മാറ്റമാണ്. പിന്നെ നമ്മളിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ടായിരിക്കും. ആ ചേഞ്ചസ് വരാനായിട്ട് നമ്മൾ പക്ഷേ വളരെ മാരകമായ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ നമ്മളൊരു തീരുമാനം എടുക്കുന്നതാണ്. നമ്മൾ ചില കാര്യങ്ങൾ ഡെത്താക്കി കളയുന്നതാണ്. നമ്മൾ ലിറ്ററലി ഡെത്ത് അല്ല കേട്ടോ. നമ്മൾ ചില കാര്യങ്ങളെ, നമുക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ നമ്മൾ ഡെത്താക്കി കളയുന്നത്. എന്നാൽ മാത്രമാണ് നമ്മളൊരു പരിവർത്തനം ഉണ്ടായി നമുക്കൊരു മറ്റൊരു മനുഷ്യനായി മാറാൻ പറ്റുള്ളൂ. അതായത് ഒരു ജന്മത്തിൽ തന്നെ ഒരു പുനർജന്മം ഉണ്ടാവണമെങ്കിൽ ആ പഴയ മനുഷ്യൻ മരിക്കണം, എന്നാലല്ലേ പുതിയ മനുഷ്യൻ ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ പഴയ മനുഷ്യനെ നമ്മൾ ഡെത്താക്കണം. അതായത് ആ പഴയ വേണ്ടാത്ത എന്തൊക്കെയോ ചിന്തകളും സ്വഭാവമുള്ള ആ മനുഷ്യനെ നമ്മളായിട്ട് ആ ചിന്തകളെ ഇല്ലായ്മ ചെയ്താലാണ് നമുക്കൊരു പുതിയ മനുഷ്യനായിട്ട് പുനർജനിക്കാൻ പറ്റുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ഒരു കാർഡാണ് ഡെത്ത് കാർഡ്. അതായത് പരിവർത്തനം സംഭവിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങളെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതാവാം, നിങ്ങളായിട്ട് വേണ്ടെന്ന് വെക്കുന്നതാവാം, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിൽ നിന്ന് അത് മാറ്റുന്നതായിരിക്കാം. നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ എടുത്ത് കളയുക, വീട്ടിൽ നിന്ന് തന്നെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ എടുത്ത് കളയുക, അടിച്ചു വാരുക, വൃത്തിയാക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ചില ഓർമ്മകളെ വേണ്ടെന്ന് വെക്കുക, ചില കാര്യങ്ങളെ നിങ്ങൾ കോട്ട് കട്ട് ചെയ്ത് കളയുക. ഇത്തരത്തിൽ നിങ്ങൾ തന്നെ ഒരു പരിവർത്തനത്തിന് വിധേയമാകുന്ന അവസ്ഥയാണ് ഈ ഡെത്ത് കാർഡെന്ന് പറയുന്നത്. മാറ്റമാണ്, നിങ്ങൾ വല്ലാത്ത മാറ്റം വരുന്നു എന്നാണ്. അതുപോലെ ഇതെന്ന് പറയുമ്പോൾ ലിറ്ററലി നമ്മൾ ഡെത്ത് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ചില സൈക്കിളുകൾ എൻഡായി പോകുന്നത് തന്നെയാണ്, എൻഡ് തന്നെയാണ്, എൻഡ് ഓഫ് സംതിങ് ആണ്. അപ്പോൾ അത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഡെത്ത് കാർഡ് പരിവർത്തനത്തിൻ്റെ കാർഡാണ്. ഓക്കെ, 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഇത് പറഞ്ഞ പോലെ ഒരു സൈക്കിളാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ അതായത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ സാധനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക, നിങ്ങൾക്ക് ധാരാളം പണം കിട്ടുക. അതിനനുസരിച്ച് നിങ്ങൾ ജനറസ് ആയിരിക്കുക, കോംപ്രമൈസ് ചെയ്യുക, ബാലൻസ് ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക, മറ്റുള്ളവരെയും കൂടെ പരിഗണിക്കുക. ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് മാത്രം അർഹതപ്പെട്ടതായിരിക്കത്തില്ല. അത് ഒരുപാട് പേർക്കും കൂടെ അവകാശപ്പെട്ടത് ദൈവം നമ്മൾ അവർക്കും കൂടി കൊടുക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് വേണ്ട രീതിയിൽ വിനിയോഗിച്ച് മറ്റുള്ളവർക്കും കൂടെ ഉതകുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരെ കണ്ടുപിടിച്ച് യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി അവർക്കും കൂടി നമ്മുടെ കയ്യിലിരിക്കുന്നതിൻ്റെ കൊച്ചു ഭാഗങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സഹായം ചെയ്യേണ്ട ദിവസമാണ്, നമ്മളിലേക്ക് ധാരാളം പണം വരുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മറ്റുള്ളവരെയും കൂടി കരുതുക, പരിഗണിക്കുക. അതൊക്കെയാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ. ഒരു കോംപ്രമൈസിൻ്റെ കാർഡാണ്. നമ്മളൊന്ന് ശ്രമിച്ചാലും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാനും കോംപ്രമൈസ് ചെയ്യാനും ഒക്കെ പറ്റുമെന്നുള്ളൊരു കാർഡാണ് കേട്ടോ. നമുക്ക് കോംപ്രമൈസ് ചെയ്യാതെ ഞാനാണെല്ലാം എന്ന് പറഞ്ഞിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും, പക്ഷേ നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നെക്സ്റ്റ് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതിന്ന് ഒരു ടീം വർക്കിൻ്റെ
കാര്യമാണ്. നിങ്ങൾ കൂട്ടുകൂടി എന്തെങ്കിലും ഒരു സംരംഭം ചെയ്യുന്നുണ്ടായിരിക്കും. ഒന്നിലധികം പേര് ചേർന്ന് കൊളാബറേഷനിൽ എന്തെങ്കിലും ഒരു ഓണ്ടർപ്രണർഷിപ്പോ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിപ്പിക്കുന്നതോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. 3 ഓഫ് പെന്റക്കിൾ എന്ന് പറയുന്നത് ഗൈഡൻസ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ള ആളുകളിൽ നിന്നും ഗൈഡൻസ്, ഒരു സ്പിരിച്വൽ പേഴ്സണിൽ നിന്നായിരിക്കാം നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അത് ഒരു നിങ്ങളുടെ പൂജാരി അല്ലെങ്കിൽ പള്ളിയിലെ വികാരി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മോസ്കിലാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ സ്പിരിച്വൽ പേഴ്സൺ ആരാണോ അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടുക. അതിപ്പോൾ ഗൈഡൻസ് കിട്ടുന്നത് സ്പിരിച്വൽ പേഴ്സണിൽ നിന്നാവണമെന്ന് നിർബന്ധമില്ല. നിങ്ങളെക്കാൾ മുതിർന്ന ആരിൽ നിന്നെങ്കിലും നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. ഒരു മധ്യസ്ഥ ചർച്ചയിൽ നിങ്ങൾ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എത്തുംപിടിയില്ലാത്ത കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ മറ്റൊരാൾ വന്ന് പറഞ്ഞു തരുന്നതാകാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു കാര്യം പഠിക്കാൻ ഒരു ആളുടെ കീഴിൽ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കൂട്ടുകൂടി എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് 3 ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. ഇതും നിങ്ങളൊരു സ്കില്ല് പഠിച്ച് അതിൽ നിന്ന് പണം ഏൺ ചെയ്യുന്നതിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കുകയോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ തുടർ പഠനം നടത്തുകയോ ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്നൊരു ടീമായിട്ട് വർക്ക് ചെയ്യാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 7 ഓഫ് വാണ്ട്സ് ആണ്. ഇത് കുറച്ച് മനസ്സിൽ കുറച്ചേ നെഗറ്റീവ് തോട്ട്സ് ആണ്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ പോകും, ഇങ്ങനെ പോകും എന്നൊക്കെ നമ്മൾ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യത്തില്ലേ? അതായത് കുറച്ച് സത്യം വെച്ചിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യും. എന്നിട്ട് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്ന് കുറേ നെഗറ്റീവ് തോട്ട്സും കൂടി ഇതിനകത്ത് വെച്ചിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് തല ഇങ്ങനെ പുണ്ണാക്കും. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വേദനിക്കുക, വിഷമിക്കുക, ടെൻഷൻ അടിക്കുക. ഓരോ ആവശ്യവും ഇല്ല. ഇതിനെല്ലാം മാറി നിന്നിട്ട് ചിന്തിക്കുക. ഇതിനെല്ലാം ഈ നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറിയിട്ട് എന്ത് ഇതുപോലത്തെ നെഗറ്റീവ് തോട്ട് വന്നാലും ക്യാൻസൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഫർമേഷൻസ് പറയുക. അതുപോലെ നമ്മൾ ഏറ്റവും മനോഹരമായി ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നതിന് നന്ദി, ഏറ്റവും സമാധാനപൂർണ്ണമായിട്ടിരിക്കാൻ പറ്റുന്നതിന് നന്ദി എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആ നെഗറ്റീവ് തോട്ടിനെ അങ്ങ് നള്ളിഫൈ ചെയ്ത് കളയുക. അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തയും നിങ്ങളിലേക്ക് വരേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഈ വരുന്നത്. അതുപോലെ നിങ്ങളോട് മറ്റുള്ള ആളുകൾ അവരുടെ ഈഗോ കൊണ്ട് വഴക്കുണ്ടാക്കാൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിൽക്കണം. അങ്ങനെ പല കാർഡും കണ്ടു, ഡബിൾ കാർഡ് ഉൾപ്പെടെ കണ്ടു. അതുപോലെ ഒരു ഡബിളിഷ് എനർജി ഉള്ള ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യരുത്. നിങ്ങളെ പ്രകോപിപ്പിക്കാനും നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തരാൻ വരുന്ന ആളാണ്. നിങ്ങൾ പ്രതികരിക്കാൻ പോകരുത്. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി നിങ്ങളിൽ ഇപ്പോഴും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നിങ്ങൾ അധികം മൈൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. ഒരു 2-3 കാർഡ് കൂടി എടുത്ത് നോക്കട്ടെ. ഇതേ ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ളൊരു കാർഡ് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. 5 ഓഫ് കപ്സ്. ഞാൻ എന്തുകൊണ്ടാണ് 5 ഓഫ് പെന്റക്കിൾസ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ 3 ഓഫ് സോർഡ്സും 5 ഓഫ് കപ്സും ആണ് വന്നത്. അതായത് വീണ്ടും ഒരു നഷ്ടത്തിലിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം വേദനിക്കുക, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാർഡാണ്. അതിന് ക്ലാരിറ്റി വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു വാർത്ത ചിലപ്പോൾ കേൾക്കാനായിട്ട് സാധ്യത ഉണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ. അതായത് നഷ്ടപ്പെട്ടു പോയതിനോർത്ത് ദുഃഖിച്ചിരിക്കുക. ആ സെയിം 5 ഓഫ് കപ്സിന് സെയിം മീനിങ് ആണ് 5 ഓഫ് പെന്റക്കിൾസ്. നഷ്ടബോധത്തിലിരിക്കുക എന്നാണ്. അപ്പോൾ എന്തോ നഷ്ടപ്പെട്ടു പോകുന്നതും അതിൻ്റെ ദുഃഖത്തിലിരിക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം സാധിക്കാതിരിക്കുക, ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തോ ഒരു നഷ്ടം സംഭവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ടാണ് ഡെവിൾ കാർഡ് വന്നിരിക്കുന്നത്? 7 ഓഫ് കപ്സും ക്യൂൻ ഓഫ് വാണ്ട്സും. ഇതെന്താ അറിയാമോ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തകൾ ഇന്ന് പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തൊരു പർച്ചേസിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒബ്സഷൻ കൂടുതലായിരിക്കും. എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട്, ഇപ്പം ഈ മാസം ആദ്യമാണ്, സാലറി ഒക്കെ വരുന്ന സമയമാണ്, നമ്മൾ ഓൺലൈനിൽ ഇരുന്നിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പല സാധനങ്ങളും പർച്ചേസ് ചെയ്യാനുള്ളൊരു ഒബ്സഷൻ ടെൻഡൻസി തോന്നും. അതിനോട് വല്ലാത്ത അഡിക്ഷൻ തോന്നും. നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു, 2 വാങ്ങിച്ചു, നമുക്ക് വീണ്ടും അത് വാങ്ങിക്കണമെന്ന് തോന്നും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിനോട് അഡിക്റ്റീവായിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഗെയിമിങ്, ട്രേഡിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ മാക്സിമം അക്കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ഇന്ന് ആ 2 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. എന്ന് വല്ലാത്തൊരു അഡിക്ഷൻ അതിനോട് തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. ഗെയിമിംഗ് ആയാലും പൈസ വെച്ചിട്ടുള്ള ഒരു കളിക്ക് ഇന്നേ ദിവസം പോയേക്കരുത്. പൈസ സൂക്ഷിക്കണം. പൈസ
വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ ചിലവാക്കിയ പൈസയോ അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചാൽ നിങ്ങളുടെ കയ്യിൽ വേറെ രീതിയിൽ നിങ്ങൾ ചിലവാക്കി കളഞ്ഞ പൈസ ആയിരിക്കും. ആ പൈസ ഇന്ന് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരാൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഉത്തരവില്ലാതെ നിൽക്കേണ്ട അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ടെമ്പറൻസും ഏസ് ഓഫ് സോർട്സും ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുത്തണം. അതുപോലെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നിടങ്ങളിലെല്ലാം കോംപ്രമൈസ് ചെയ്ത് പോവുക. വഴക്കുണ്ടാകാനുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാനാണ് മാക്സിമം ശ്രമിക്കേണ്ടത്. ഒരു കോംപ്രമൈസിൽ പോവുക, സമാധാനത്തിൽ പോവുക, അതൊക്കെയാണ് ഈ ടെമ്പറൻസിൻ്റെ കാർഡ് പറയുന്നത് കേട്ടോ. ടവർ കണ്ട് 8 ഓഫ് സോർട്സും ടവറും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഈ അട്ടിമറി സംഭവിക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ കുഴപ്പം കൊണ്ട് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അട്ടിമറി സംഭവിക്കുക, നമ്മൾ ഒരു ഉത്തരം കൊടുക്കേണ്ട സമയത്ത് ഉത്തരം കൊടുക്കാത്തത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്നേക്കുമായി ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുക, അങ്ങനെയുള്ളൊരു എനർജിയാണ്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കേൾക്കാൻ ഇന്ന് സാധ്യതയുള്ള ദിവസമാണ്. ഒരുപാട് നെഗറ്റീവ് കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ രാവിലെ വന്നിരുന്നത് റീഡ് ചെയ്യാൻ എനിക്ക് വളരെ പ്രയാസമാണ്. എന്നാലും പക്ഷെ ഇന്നൊരു ആർക്കാണെന്നറിയില്ല, എന്നാലും ആർക്കോ ഇത് ഇങ്ങനൊരു കാര്യം നടക്കാൻ പോകുന്നുണ്ട്. ഇത് നിങ്ങളുടെ അല്ല എന്ന് തോന്നിയാൽ ഈ വീഡിയോ നിങ്ങൾ കാണണമെന്നില്ല. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഞാനത് തമ്പനയിൽ അങ്ങനെ തന്നെ കൊടുത്തേക്കാം. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ ശ്രദ്ധിക്കണം. തമ്പനയിൽ നോക്കിയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ടോണിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട കേട്ടോ. നെഗറ്റീവ് ടോൺ നിങ്ങൾ കാണണ്ട എന്നുള്ള വീഡിയോസാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. നിങ്ങളത് കാണണ്ട. ഓക്കെ. അപ്പോൾ ഇത് ഒത്തിരി നെഗറ്റീവ് കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കാണോ റെസണേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ സാഹചര്യമുള്ള ആർക്കാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് നെഗറ്റീവായിട്ട് വരുന്ന ഒരു കാര്യം നിങ്ങൾ അട്രാക്ട് ചെയ്യരുത്. ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് വിചാരിക്കുക. ഇത് മറ്റാർക്കും ഉള്ളതാണ്, എനിക്കുള്ളതല്ല. ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. എന്ത് വന്നാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇന്ന് ഹാപ്പിയാണ്. ഞാൻ ഇന്ന് ഹാപ്പിയാണ്. അത്രയും മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ. ബാക്കി ഒരു നെഗറ്റീവ് നിങ്ങളിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യേണ്ട. എല്ലാ സന്തോഷങ്ങളിലൂടെയും മാക്സിമം എൻജോയ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളായിട്ടൊരു വഴക്കിന് പോകരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അത്ര നല്ല ഒരു റീഡിങ് അല്ല. ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് റീഡിങ്, especially because almost all the cards are negative cards, so I don't feel it is good to hear in the morning itself. So ഒരു കാരണവശാലും നെഗറ്റീവ് അട്രാക്ട് ചെയ്യരുത്. നിങ്ങളുടെ റീഡിംഗ് അല്ല, നിങ്ങൾക്കല്ല, ഇതൊന്നും എൻ്റെ അല്ല, വേറെ ആർക്കോ ഉള്ളതാണെന്ന് വിചാരിച്ച് വിട്ട് കളയണം കേട്ടോ. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.